നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പം താഴെ നടന്നതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. അച്ഛനോ വന്തികെടുത്തി അനഘയോ ഒക്കെ വല്ലാതെ ആഗ്രഹിച്ചിരുന്ന വിവാഹ രണ്ടാമത് മുടങ്ങിപ്പോയത്. അതിന്റെ ദേഷ്യം മാറാൻ കുറച്ച് സമയമെടുക്കും. ഞങ്ങളോട് ദേഷ്യം കാണിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടെന്ന് പറയാം. എന്നാൽ ഏട്ടത്തിയോട് കാണിക്കുന്ന ഈ അകൽച്ച സഹിക്കാൻ പറ്റാത്ത. ഇതിപ്പോ നമുക്കാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഒരു കാര്യവും അച്ഛൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവന്തികടുത്തേക്കാണെങ്കിൽ ദേഷ്യവും. അതൊക്കെ ഒന്ന് മാറട്ടെ, എല്ലാം ശരിയാവും. പിന്നെ അർച്ചനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞെന്ന് പറയാനാവില്ലല്ലോ. അതല്ലേ അർച്ചന അവന്തികടുത്തോട് നിന്നെ തിരികെ കൊണ്ടുവരണമെന്ന് കാര്യമായിട്ട് ആവശ്യപ്പെട്ടപ്പോ എടുത്തേക്ക് കാര്യം മനസ്സിലായതും അച്ഛനോട് സംസാരിച്ച് നിന്നെ തിരിച്ചു വിളിക്കാൻ സമ്മതിച്ചതും. എന്റെ ഇവന്റെയും കാര്യത്തില് കൂടുതലായി തലയിട്ടതിന് ചേച്ചി ഇപ്പോ വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലേ? ഇങ്ങനെയൊക്കെ ആവും കാര്യങ്ങളെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അതൊക്കെ പോട്ടെ. നീ എന്നല്ല, ആരും കരുതിയതല്ല നടന്നതും നടക്കുന്നതും. സച്ചേട്ടൻ പറഞ്ഞ പോലെ അച്ഛന്റെ ദേഷ്യമൊക്കെ മാറുമ്പോ എല്ലാം ശരിയാവും. നിങ്ങൾ നന്നായിട്ട് ജീവിച്ചാൽ മതി. അപ്പോ താനെ അച്ഛൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും. എന്റെ കാര്യം ഞങ്ങൾ തന്നെ അച്ഛനോട് സംസാരിച്ചോളാം. നിങ്ങളെ രണ്ടുപേരെയും വിവാഹം കഴിപ്പിക്കുക, ഒരുമിച്ചാക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. അത് രണ്ടും ഇപ്പൊ നടന്നു കഴിഞ്ഞു. ഇനിയുള്ളതൊക്കെ സമയം പോലെ മാറിക്കോളും. എന്തായാലും നിങ്ങൾ ഒരുമിച്ചല്ലോ, അത് മതി എനിക്ക്. നമ്മൾ ശരിക്കും ഇവിടുത്തെ അച്ഛൻ്റെയും അവന്തികടുത്തെയും കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇവിടെ ഉള്ളവരെക്കാൾ നമ്മളോട് ഏറ്റവും ദേഷ്യമുള്ളവരാ തൻ്റെ വീട്ടുകാര്. അവരെ ഇനി എന്ത് പറഞ്ഞാണാവോ സമാധാനിപ്പിക്കുന്നതും പിണക്ക് മാറ്റുന്നതും. അനൂപേട്ടനൊക്കെ നല്ല ദേഷ്യം ഉണ്ടാവും. അത്രയ്ക്കും വഴക്കൂടിയല്ല ഇവിടുന്ന് പോയത്. പിന്നെ ആദരെ അവരെ അവഗണിച്ച് ഇറങ്ങി വരികയും ചെയ്തു. ശരിക്കും പ്രധാന പ്രശ്നം കിടക്കുന്നത് അവിടെയാ. രണ്ടുപേര് തമ്മിൽ സ്നേഹിക്കുകയും അവരവരുടെ ഇഷ്ടത്തിന് ഒന്നിക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു വീട്ടിലും നടക്കുന്നതേ ഇവിടെ നടന്നിട്ടുള്ള സച്ചേട്ട. പിന്നെ അപമാനഭാരം ദേഷ്യമാവുന്നേ ഉള്ളൂ. അനുപേണ്ണ ആദരം ഇങ്ങോട്ട് വരുന്നതിൽ നല്ല എതിർപ്പുണ്ടായിരുന്നു. എന്താ കാര്യം എന്നുള്ളത് സച്ചേട്ടന് അറിയാലോ. പിന്നെ സന്ദീപായി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വേറെ. അതിന്റെ കൂടെ ആതിര ഗർഭിണിയായി. ഇതൊക്കെ സാധാരണ ഒരു കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറം. എല്ലാം ശരിയാവുന്ന പ്രതീക്ഷിക്കാനേ നമുക്ക് കഴിയും. എന്തായാലും എല്ലാം ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നല്ലോ, അത് തന്നെ ആശ്വാസം. ശരി, ഞാൻ എന്റെ അടുത്ത് തന്നാ എനിക്ക് എന്ത് തരും? എന്തു വേണേലും തരും. ഇപ്പൊ എനിക്ക് കാര്യങ്ങളുടെ കിടപ്പ് വശം മനസ്സിലായി. വലിയൊരു സംശയവും തീർന്നു. ആ ഡയറി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് സന്ദീപിനെ അർച്ചന ഇവിടെ എത്തിച്ചത്. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? അതെ, മറ്റു മാർഗങ്ങളില്ലാതായിപ്പോയി. കൂടുതൽ ആലോചിക്കാൻ അവള് സമയവും തന്നില്ല. അത് ശരി. അപ്പൊ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അത് അവളുടെ കയ്യിലിരിക്കുന്ന അപകടമാണെങ്കിൽ ഇനി അത് അവളുടെ കയ്യിൽ വേണ്ട. ചേച്ചി സമാധാനായിട്ടിരിക്കെ. ഇനി അത് വെച്ച് അവള് ചേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്യില്ല. എന്താ പോരെ?
ഹലോ ഉം? എന്താണ് വല്ലാത്തൊരു സന്തോഷമാണല്ലോ മുഖത്ത്. ഏയ് ഒന്നുമില്ലടി, സന്ദീപ് തിരിച്ചു വന്നില്ലേ, അതിന്റെ ചെറിയൊരു എക്സൈറ്റ്മെന്റ് അത്രേ ഉള്ളൂ. അതൊക്കെ ശരി. ഉം? എന്താ കയ്യില്? അത് 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 അർച്ചനയ്ക്കൊരു ഗിഫ്റ്റാ. എന്തിന്? ഇന്നെന്താ എടുത്തിട്ട് ബർത്ത്ഡേ വലുതുവാണോ? അല്ലല്ല, ഇത് മറ്റൊരു കാര്യത്തിനാ. മറ്റൊരു കാര്യോ? കിടന്നുരുളാതെ എന്റെ പൊന്നാങ്ങളുള്ള സത്യം അങ്ങ് പറഞ്ഞേ. ആ, എന്തിനാ എടുത്തേക്ക് പെട്ടെന്നൊരു ഗിഫ്റ്റ്? അത് മറ്റൊന്നും കൊണ്ടല്ലടി, അർച്ചന കാര്യമായിട്ട് എന്തോ ചെയ്തിട്ടാ സന്ദീപ് തിരികെ വന്നത്. അതിന്റെ സന്തോഷത്തിന് അവക്ക് കൊടുക്കുന്നൊരു ഗിഫ്റ്റാ ഇത്. ദേഷ്യത്തിലിരിക്കുന്ന അച്ഛനെ അവന്തികെടുത്തേയും എന്ത് പറഞ്ഞ എടുത്ത് സമ്മതിപ്പിച്ച്? എത്ര ദേഷ്യം കാണിച്ചാലും അവരുടെ ഉള്ളില് അവനോട് സ്നേഹം ഉണ്ടാവുമല്ലോ. അർച്ചന സംസാരിച്ചപ്പോ ഏട്ടത്തിക്ക് അച്ഛന് തോന്നിയിട്ടുണ്ടാവും സന്ദീപിനെ തിരിച്ചു വിളിക്കാന്ന്. എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, അത് മതി. ഞാനേ ഇത് അർച്ചനയ്ക്ക് കൊണ്ട് കൊടുക്കട്ടെ. ആയിക്കോട്ടെ. പിന്നെ ആതിര ഇവിടേക്ക് കയറ്റാൻ ഞാനും കുറച്ച് മഴ കൊണ്ടതാണേ. എനിക്കും തരണേ ഗിഫ്റ്റ്. നീ എന്ത് വേണമെന്ന് പറഞ്ഞാ മതി. ഓക്കെ ഓക്കെ. വിജയ് ജീവിച്ചിരുന്നപ്പോ അദ്ദേഹം തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ദേ നോക്കി, ഇതില് താൻ അവന്തികയുമായി ചേർന്ന് പല രീതിയിലും കമ്പനിയിൽ നിന്നും പൈസ വെട്ടിച്ചിട്ടുണ്ടെന്നും അവന്തികയുടെ പല കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരി അവന്തികയായിരിക്കുമെന്നും ഇതെന്റെ മരണമൊഴിയായി സ്വീകരിക്കണമെന്നൊക്കെ നല്ല വെടുപ്പായിട്ട് ഈ ഡയറിയിൽ വിജയ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ആവശ്യം എന്തെങ്കിലും വരുമ്പോൾ ആകെയുള്ളൊരു പിടിവള്ളിയാ ഇത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.